നമസ്കാരം. ആഷ്ലി വാൻസ് എഴുതിയ ഒരു പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജീവകഥയാണത്. വല്ലാത്തൊരു കഥ തന്നെയാണത്. തീർച്ചയായും നാം അറിയേണ്ടതും വായിച്ചിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കഥ. ഒരുപക്ഷെ പലർക്കും അറിയാവുന്ന കഥയായിരിക്കാം. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ആരാധനയോട് നോക്കിക്കാണുന്ന, ശത്രുക്കൾ പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമുണ്ട്. നിങ്ങൾക്ക് തന്നെ ആളുടെ പേരറിയാമായിരിക്കും. മറ്റാരുമല്ല, ഇലോൺ മസ്ക് ആണ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് ആഷ്ലി വാൻസ് എഴുതിയ ഇലോൺ മസ്ക് എന്ന് പറയുന്ന പേരുള്ള പുസ്തകം. ഇലോൺ മസ്ക് ശത്രുക്കൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പറയാൻ കാരണം ട്വിറ്റർ അദ്ദേഹം വാങ്ങിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ശത്രുക്കൾ വരെ എന്നെ പിന്തുടരാൻ പോകുകയാണ് എന്നുള്ളത് യഥാർത്ഥം സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ യാത്രയും അദ്ദേഹത്തിന്റെ ഒറിജിനും അദ്ദേഹത്തിന്റെ ഡ്രീമും എല്ലാം എല്ലാവരെയും സ്വാധീനിക്കാറുണ്ട്. എല്ലാ യുവാക്കൾക്കും, എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് മേഖലയിലുള്ള അല്ലെങ്കിൽ സയൻസ് ടെക്നോളജി മേഖലയിലുള്ള ആളുകളൊക്കെ വളരെയധികം ആരാധനയോടെ അദ്ദേഹത്തെ നോക്കിക്കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ മോട്ടിവേറ്റിംഗ് ആയി തോന്നാറുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയേണ്ടത് വളരെ ആവശ്യമാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ജനനം. സൗത്ത് ആഫ്രിക്കൻ ബോൺ അമേരിക്കൻ ഓൺട്രപ്രണർ, ബിസിനസ് മാഗ്നറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം സൗത്ത് ആഫ്രിക്കയിൽ ജനിച്ചെങ്കിൽ പിന്നെ കാനഡയിലേക്ക് പോവുകയും പിന്നീട് കാനഡയിൽ നിന്ന് അദ്ദേഹത്തെ സ്വപ്ന നഗരമായ അല്ലെങ്കിൽ സ്വപ്ന രാജ്യമായ അമേരിക്കയിലേക്ക് പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ ഫോർച്യൂൺസ് എല്ലാം ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന മനോഹരമായൊരു കഥയാണത്. അദ്ദേഹത്തിന്റെ പാസ്റ്റിനെ കുറിച്ച് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ അത് അറിയേണ്ടത് ആവശ്യമാണ്. ഈ ഇലോൺ മസ്ക് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഇന്നോവേഷൻ എന്ന വാക്കിൽ ആണ് കൂടുതൽ അറിയപ്പെടുന്നത്. ബിസിനസ് മേഖലയും ടെക്നോളജി മേഖലയിലും ഇലോൺ മസ്ക് വളരെ പ്രശസ്തനാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഇയാളെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ടെക്നോളജിയും ഇന്നോവേഷനും ടെസ്റ്റിനെയും എല്ലാം അറിയാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷെ ഞാൻ ഈ പുസ്തകം പറയുന്നതുകൊണ്ട് പുസ്തകത്തിൽ എന്താണ് പറയുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1971 സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ജനിക്കുന്നത്. ഏകദേശം 20-ാം വയസ്സായപ്പോഴേക്കും അദ്ദേഹം മൾട്ടി മില്യണർ ആയി എന്നാണ് പറയുന്നത്. കോടീശ്വര പ്രഭുവായി മാറി. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് അവസാനിപ്പിക്കാൻ തയ്യാറായില്ല. ഇനിയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, ഇന്നോവേഷൻ ചെയ്യണമെന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം ടെക്നോളജി, ഇന്റർനെറ്റ്, റിന്യൂവബിൾ എനർജി 3 മേഖലയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. 1971 ജനിച്ച ഇദ്ദേഹം 10-ാം വയസ്സിൽ തന്നെ ഒരു സ്വപ്നം നെയ്യാനായിട്ട് ആരംഭിച്ച വ്യക്തിയാണ്. കമ്പ്യൂട്ടർ ഗെയിം തുടങ്ങാൻ ആരംഭിച്ച ആളാണ്. അത് 12-ാം വയസ്സ് അദ്ദേഹം ആദ്യത്തെ കമ്പനി അല്ലെങ്കിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിൽക്കുകയും വലിയ വരുമാനം ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. ഇപ്പോൾ 1999 അദ്ദേഹം X.com എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് പീറ്റർ തീലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 0 to 1 എന്ന പുസ്തകമൊക്കെ എഴുതിയ ആളാണ്. പിന്നീട് ആ X.com ആണ് പേപ്പാലായി മാറുന്നത്. വലിയൊരു തുകയ്ക്ക് വിൽക്കുകയും അങ്ങനെ കോടീശ്വര പ്രഭുക്കളാകുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. പിന്നീട് 2002 സ്പേസ് എക്സും 2003 ടെസ്ലയും അതുകൂടാതെ ഹൈപ്പർ ലൂപ്പ് പോലുള്ള ന്യൂറാലിങ്ക് പോലുള്ള ധാരാളം നൂതന സാങ്കേതിക വിദ്യകളും സ്വപ്നങ്ങളും, സ്പേസ് എക്സ്, അതുപോലെ ചൊവ്വയിൽ പുതിയൊരു ഭൂമിയുടെ കോളനി സ്ഥാപിക്കുക തുടങ്ങിയതായിട്ടുള്ള ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുക മാത്രമല്ല നടപ്പിലാക്കി കാണിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക്. അദ്ദേഹത്തെ എക്സെൻട്രിക് എന്നും ഭ്രാന്തൻ എന്നും വിളിച്ച് ഇപ്പോഴും കളിയാക്കുന്നവരുണ്ട്. പക്ഷെ ഒത്തിരി കളിയാക്കിയിട്ട് ഇപ്പോൾ അത് മാറ്റി പറയുന്നവരും അത്ഭുതത്തോടെ നോക്കി കാണുന്നവരുമെല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തെ ജീവിതത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. 10-ാം വയസ്സിൽ അദ്ദേഹം ഡെഫ് അല്ലെങ്കിൽ എന്താണ് സംസാരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ കഴിയാത്തൊരു കുട്ടിയായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരുന്നത്. ഫാദർ വലിയ റിച്ച് ആയിട്ടുള്ള ആളാണെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് താൻ പഠനത്തിന് ശേഷം വലിയൊരു ബാധിതരായിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ഫാദർ ഇദ്ദേഹത്തെ ഒരുവിധം സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലായിരുന്നു. ഇവര് ചെറുപ്പത്തിൽ തന്നെ കുടുംബം ഡിവോഴ്സായി. മറ്റു മക്കളെല്ലാം അമ്മയുടെ കൂടെ പോയി. ഇലോൺ മസ്ക് അച്ഛന്റെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിക്കേണ്ടതായിട്ട് വന്നു. അച്ഛൻ വളരെ നന്നായി നോക്കുന്ന ആളല്ലായിരുന്നു. അച്ഛൻ കുറെയൊക്കെ ഇവനെ ഉപദ്രവിക്കുക, അതല്ലെങ്കിൽ ഇലോണിനെ അത്ര നന്നായി നോക്കാത്ത ഒരാളായിരുന്നു. പിന്നെ ഡിവോഴ്സും ആയതുകൊണ്ട് ഇദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ടു. അച്ഛൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല, അമ്മയില്ല, അങ്ങനെ വളരെയധികം ലോൺലിനെസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ ചെറുപ്പകാലത്ത് തന്നെ ഡേ ഡ്രീംസ് വളരെയധികം കാണുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഡെഫ് ആണെന്നും സംസാരിക്കുന്നില്ല എന്നുള്ള ചിന്ത ഉണ്ടാകാൻ കാരണം. ഈ ഡ്രീംസിൽ ഇരിക്കുന്നതുകൊണ്ട് പല ആളുകൾ പറയുമ്പോഴും കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കാതില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ഡെഫ് ആണെന്ന് വിചാരിച്ച് ഡോക്ടർ അടുത്തെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഇദ്ദേഹം ഡ്രീം ചെയ്യുന്ന ആളായിരുന്നു. അത് മാത്രമല്ല വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളായിരുന്നു. ഒപ്പം തന്നെ ഡെഫ്. അപ്പോൾ ഈ 3 കാര്യം, ഡേ ഡ്രീം, പിന്നെ ഇൻട്രോവേർട്ട്, പിന്നെ ഡെഫ്, ഇത് സ്കൂളിൽ അദ്ദേഹത്തിനെ വളരെയധികം ബുള്ളിങ്ങിന് ഇരയാക്കി. എല്ലാവരും ഇദ്ദേഹത്തെ കളിയാക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. വളരെയധികം ഉപദ്രവിക്കപ്പെട്ട് അല്ലെങ്കിൽ പീഡനം ഏറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇലോൺ മസ്ക്. അത് ആ പുസ്തകത്തിൽ നമുക്ക് ആഷ്ലി വാൻസ് അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തുകയും ഒപ്പം ബുള്ളിങ്ങിന് തള്ളി വിടുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുള്ളിങ്ങും ഒപ്പം തന്നെ ഇൻട്രോവേർട്ട്, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നുപോയത്.
അപ്പോൾ സ്കൂളിൽ അദ്ദേഹം ധാരാളം ബുള്ളിങ് നേരിട്ടു. ഒപ്പം തന്നെ ലോൺലിനെസ്, വീട്ടിൽ ലോൺലിനെസ്, സ്കൂളിൽ ആണെങ്കിൽ ബുള്ളിങ്. ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഒരു നോൺ സ്റ്റോപ്പ് ഹൊറിബിൾ എന്നാണ് പറയുന്നത്. ഒരു നോൺ സ്റ്റോപ്പ് ഹൊറിബിൾ ആയിരുന്നു. അമ്മയില്ല, അച്ഛൻ ഉപദ്രവിക്കുന്നു, സ്കൂളിൽ ഉപദ്രവിക്കുന്നു, ലോൺലിനെസ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത പിന്നീട് വന്നു ചേരുന്നുണ്ട്. അപ്പോൾ 12-ാം വയസ്സിൽ അദ്ദേഹം ഫസ്റ്റ് വീഡിയോ ഗെയിം ഉണ്ടാക്കി വിൽക്കുന്നു. 17-ാം വയസ്സിൽ അദ്ദേഹം ഈ സൗത്ത് ആഫ്രിക്കയിൽ കോൺസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി പരിപാടിയാണ്. അതായത് സൈന്യത്തിൽ ചേർന്ന് നിർബന്ധമായും സേവനം ചെയ്യണമെന്നുള്ളൊരു ഇതാണ്. 17-ാം വയസ്സിൽ സൈനിക സേവനത്തിന് പോകേണ്ടി വരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം കാനഡയിലേക്ക് പോകാനായിട്ട്, അമ്മയുടെ അടുത്തേക്ക് പോയി പഠിക്കാനായിട്ടുള്ള അവസരം വന്നു ചേരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ക്യൂൻസ് യൂണിവേഴ്സിറ്റി, ടൊറന്റോയിലെ ക്യൂൻസ് യൂണിവേഴ്സിറ്റി, കിങ്സ്റ്റൺ അവിടെ പഠിക്കുന്നു. ഫിസിക്സ് ആണ് അദ്ദേഹം പഠിക്കുന്നത്, ഇഷ്ട വിഷയമാണ്. പക്ഷെ കാനഡയിലെ ജീവിതം ഒന്നും അദ്ദേഹത്തിന് അത്ര ഒരു രസകരമായി തോന്നാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് പിന്നീട് സ്വന്തം ഇഷ്ട കേന്ദ്രമായ US പോകുന്നത്. അവിടെ പെൻസിൽവാലി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ബാച്ചിലേഴ്സ് പഠിക്കുന്നു. അത് ഫിസിക്സിനും പഠിക്കുന്നുണ്ട്, ആർട്സ് എക്കണോമിക്സിനും പഠിക്കുന്നുണ്ട്. പിന്നെ വാട്ടൺ യൂണിവേഴ്സിറ്റിയിലും പോയി അദ്ദേഹം, വാട്ടൺ സ്കൂളിൽ നിന്ന് അദ്ദേഹം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചുകൊണ്ട സമയത്ത് അദ്ദേഹം നൈറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നു കൂട്ടുകാരോടൊത്ത്. അവിടെ വെച്ച് അദ്ദേഹം ഈ നൈറ്റ് ക്ലബ്ബിൽ വരാനായിട്ടുള്ള സർവീസ് ചാർജ് ഈടാക്കുന്നു. പിന്നെ ബിസിനസ് മനോഭാവം അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹം PhD ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. PhD ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹം ആലോചിക്കുകയാണ്, എൻ്റെ ജീവിതം PhD എന്നുള്ള ലൈനിലേക്ക് പോകണം, ഇന്നോവേഷൻ, എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള മേഖലയിലേക്ക് പോകണമോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം തീരുമാനമെടുക്കുകയാണ്, അല്ല, ഞാൻ തീരുമാനിക്കുന്ന ഇന്നോവേഷൻ, ബിസിനസ്, ഓൺടർപ്രണർഷിപ്പ് എന്ന മേഖലയിലേക്കാണ് പോകാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ PhD പഠനം വളരെ നേരത്തെ തന്നെ, അല്ലെങ്കിൽ വളരെ തുടക്ക ദിവസങ്ങളിൽ തന്നെ അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ബിസിനസ് മേഖലയിലേക്ക് പോവുകയാണ്. അങ്ങനെ SIP2 എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വളരെ നന്നായി തീരുന്നു. പിന്നെ കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ എത്തുന്നു. അവിടെ അദ്ദേഹം വളരെ മനോഹരമായ ബിസിനസ്സുകൾ ചെയ്യുന്നു. പിന്നീട് ജസ്റ്റിൻ വിൽസൺ എന്ന് പറയുന്ന പെൺകുട്ടിയുമായി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വിവാഹം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ധാരാളം അതിനൂതനമായ ആശയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ടെസ്ല, ആളില്ല, ഡ്രൈവറില്ല, അതിവേഗതയിൽ പോകുന്ന ഹൈ ലക്ഷറിയസ് എക്സ്പീരിയൻസ് നൽകുന്ന കാറ്. അതുപോലെ SpaceX, വിദേശത്തേക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് ആളുകളെ അയക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, ഫാൽക്കൺ എന്ന ശ്രമങ്ങൾ, ഇതൊക്കെ ധാരാളം അദ്ദേഹം പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ടെസ്ല തന്നെ അദ്ദേഹം അതിൻ്റെ 6-ാം സ്റ്റേജുകളിലെല്ലാം വളരെ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കോവിഡ് സമയങ്ങളിലെല്ലാം വളരെയധികം നഷ്ടത്തിലാകുന്നു, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നു. ആ സമയത്ത് അദ്ദേഹം തൻ്റെ വീടും ആസ്തികളും എല്ലാം വെക്കുന്നു, താമസമെല്ലാം ഓഫീസിലേക്ക് മാറ്റുന്നു. ഒരു ചെറിയ മേക്ക്ഷിഫ്റ്റ് റൂമിൽ അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നു. ഭക്ഷണമെല്ലാം വളരെ കുറച്ച് അല്ലെങ്കിൽ പട്ടിണി എന്നൊരു അവസ്ഥയിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പോകുമ്പോഴും അദ്ദേഹം തൻ്റെ സ്വപ്നത്തെ കൈവിടാൻ തയ്യാറല്ലായിരുന്നു. സ്പേസിലേക്ക് ആളെ അയക്കണം, അല്ലെങ്കിൽ ഹൈപ്പർ ലൂപ്പ് പോലെയുള്ള മണിക്കൂർ 1500 കിലോമീറ്റർ വേഗം സഞ്ചരിക്കുന്ന ഹൈപ്പർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ന്യൂറാലിങ്ക്, മനുഷ്യന്റെ ചിന്തകളെ തന്നെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന, ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ചിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക. സ്പേസിൽ അല്ലെങ്കിൽ ചൊവ്വയിൽ ഭൂമിയുടെ കോളനി ഉണ്ടാക്കുക. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇത് ആദ്യകാലങ്ങളിൽ കേട്ടവർക്കെല്ലാം ഭ്രാന്തായി തന്നെയാണ് തോന്നിയത്. പക്ഷേ ഇലോൺ മസ്ക് ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യം വച്ച് നോക്കുമ്പോൾ ലോൺലിനെസ് ഉണ്ടായിരുന്നു, അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല, ഡിവോഴ്സ് ഉണ്ടായിരുന്നു, അച്ഛനെ ഉപദ്രവിക്കുന്ന ആളായിരുന്നു, സ്കൂളിൽ വല്ലാതെ ബുള്ളിനെസ് നേരിടുന്ന ആളായിരുന്നു. പക്ഷെ അദ്ദേഹം ശക്തമായൊരു ഡ്രീം ഉണ്ടായിരുന്നു, ഇന്നോവേഷൻ, എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നുള്ള ശക്തമായ ആഗ്രഹം. 20-ാം വയസ്സിൽ തന്നെ കോടീശ്വര പ്രഭു ആകുവാൻ സാധിക്കുക. എന്നിട്ടും അദ്ദേഹം റിട്ടയർഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല, ഇനിയും കാര്യങ്ങൾ നേടണമെന്നുള്ള ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോവുകയാണ്. ഇത് തീർച്ചയായും ഒരു മോട്ടിവേഷൻ അല്ലേ? തീർച്ചയായും മോട്ടിവേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഈ പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ഇലോൺ മസ്കിന്റെ ചിന്തകളും ഇലോൺ മസ്കിന്റെ ലോകവും ഇലോൺ മസ്കിന്റെ ജീവിതയാത്രയും എല്ലാം മനസ്സിലാക്കുകയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യുന്ന തീർച്ചയായും ഒരു രസകരമായിട്ടുള്ള, ഒപ്പം തന്നെ നമുക്ക് ഒത്തിരി ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ നൽകുന്ന ഒരു യാത്രയായിരിക്കും. എന്തായാലും ഇലോൺ മസ്ക് ഇഷ്ടമാണ്, ഇലോൺ മസ്ക് ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ്. അദ്ദേഹം ഇനിയും അനേകം ആളുകളെ മോട്ടിവേറ്റ് ചെയ്യട്ടെ. അദ്ദേഹത്തിന് SpaceXും X.com, ന്യൂറാലിങ്കും ഹൈപ്പർ ലൂപ്പും എല്ലാം യാഥാർത്ഥ്യമായി വരുന്നതിലൂടെ മനുഷ്യജീവിതത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാകുവാനും ജീവിതം മെച്ചപ്പെടുവാനും ഇടയാകട്ടെ എന്നുള്ള ആശംസയോടെ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നല്ലത് നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.